നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുഴിമന്തി കഴിച്ചും ബിരിയാണി കഴിച്ചും മീൻ കഴിച്ചും ജ്യൂസ് കുടിച്ചും ഒക്കെ ചിലർ ഫുഡ് പോയിസൺ അടിച്ച് മരണം വരെ സംഭവിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ദോശ കഴിച്ചാലും അത്തരം ദുരന്തം നമ്മളെ തേടി എത്തുമോ എന്ന ചോദ്യത്തിന് എത്തുമെന്ന് വളരെ വേദനയോടുകൂടി പറയേണ്ടി വരും. കാരണം അത്തരമൊരു വാർത്തയാണ് നമ്മളെ തേടി എത്തിയിരിക്കുന്നത്. റെഡിമെയ്ഡ് മാവ് കൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. മിക്ക ബാച്ചിലേഴ്സും മിക്ക ഹോസ്റ്റലേഴ്സും എന്തിനേറെ മിക്ക വീടുകളിലും അത് സാധാരണ രീതിയാണ്. റെഡിമെയ്ഡ് മാവ് വാങ്ങിക്കൊണ്ടുവരുന്നു, വീട്ടിൽ തയ്യാറാക്കി ദോശ ഉണ്ടാക്കുന്നു. അത് സാധാരണ രീതിയാണ്. പക്ഷേ ഈ വാർത്ത നമ്മെ ഭയപ്പെടുത്തുന്നു. റെഡിമെയ്ഡ് മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കി അഹമ്മദാബാദിൽ 2 കുട്ടികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. മാതാപിതാക്കൾ ഗുരുതരാവസ്ഥയിലാണ്. 3 മാസം പ്രായമുള്ള റാഹ, 4 വയസ്സുള്ള മിശ്രി എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മാതാപിതാക്കൾ വിമൽ പ്രജാപതി, ഭാവന പ്രജാപതിയും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വീടിന് സമീപത്തെ കടയിൽ നിന്നും വാങ്ങിയ റെഡിമെയ്ഡ് മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കിയതാണ്. ഏപ്രിൽ 1-നാണ് വിമൽ ദോശമാവ് വാങ്ങിയത്. അന്ന് തന്നെ വിമൽ ദോശയുണ്ടാക്കി കഴിച്ചു. പിറ്റേന്ന് രാവിലെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട വിമൽ ചികിത്സ തേടിയിരുന്നു. എന്നാൽ വിമലിന് അസ്വസ്ഥതയ്ക്ക് കാരണമായത് ദോശമാവാണ് എന്ന് തിരിച്ചറിയാതെ ഭാവന ഇതേ മാവ് കൊണ്ട് തന്നെ ദോശയുണ്ടാക്കി കഴിക്കുകയും കുട്ടികൾക്ക് നൽകുകയും ചെയ്തു. പിന്നാലെ കുട്ടികളും ഛർദ്ദിക്കാൻ തുടങ്ങി. തുടർന്ന് എല്ലാവരെയും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെയാണ് കുട്ടിയുടെ നില പെട്ടെന്ന് വഷളായത്. രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഇരുവരും മരണപ്പെടുകയായിരുന്നു. ഏപ്രിൽ 4-ന് 3 മാസം പ്രായമുള്ള മകളാണ് ആദ്യം മരിച്ചത്. ആ സമയത്ത് കുടുംബം പോലീസിനെ അറിയിച്ചിരുന്നില്ല. അന്ത്യകർമ്മങ്ങൾ നടത്തി. ഏപ്രിൽ 5-ന് 4 വയസ്സുള്ള മകൾ കുഴഞ്ഞു വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആശുപത്രിയിൽ കൊണ്ടുചെല്ലുന്നതിന് മുന്നേ തന്നെ കുട്ടി മരിച്ചിരുന്നു. മരണകാരണം കൃത്യമായി കണ്ടെത്തുന്നതിനായി കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. അതേസമയം സാധാരണയായി 3 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് കട്ടിയുള്ള ദോശ പോലെയുള്ള ആഹാരം നൽകാറില്ല എന്നാണ് വിലയിരുത്തൽ. എന്നാൽ മരണം സംഭവിച്ച സംശയങ്ങളും ഉയരുന്നുണ്ട്. ഭക്ഷ്യവിഷബാധയേറ്റ അമ്മ മുലയൂട്ടിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. കടയിൽ നിന്ന് വാങ്ങിയ ദോശമാവ് പഴകിയതാണോ അതോ അതിൽ വിഷാംശം കലർന്നതാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. മാവ് സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. ഇത്തരം റെഡിമെയ്ഡ് ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ഇദ്ദേഹം ഈ കടയിൽ നിന്നും ദോശമാവ് വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവയുണ്ട്. ഇദ്ദേഹം ഇവിടെ നിന്ന് ദോശമാവ് വാങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ അടക്കമുള്ളവയുണ്ട്. അതിനുശേഷം അന്ന് രാത്രിയാണ് ഇദ്ദേഹം ഈ മാവിൽ ദോശ ഉണ്ടാക്കി കഴിക്കുന്നത്. പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥയും ഉണ്ടായിരുന്നു. ആരും പെട്ടെന്ന് ദോശയാണ് എന്ന് തെറ്റിദ്ധരിക്കില്ലല്ലോ. നമ്മുടെയൊക്കെ വിചാരം നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റേ പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മാത്രമല്ലേ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളൂ. ദോശ കഴിച്ചു എന്ന് കരുതി എന്ത് ബുദ്ധിമുട്ടാണ് ആർക്കെങ്കിലും ഉണ്ടാകുക എന്ന് നമ്മൾ ചിന്തിക്കില്ലല്ലോ. അതും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ച ദോശയാണെങ്കിൽ. പക്ഷേ അതും ബുദ്ധിമുട്ടാണ്, അതും പ്രശ്നക്കാരനാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ വാർത്ത എന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്.